ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ക്ലർക്ക് ടൈപ്പിസ്റ്റ് എക്സാം സ്പെഷ്യൽ സീരീസിന്റെ വേർഡിൽ നിന്ന് മാത്രമുള്ള ചോദ്യങ്ങളാണ്. കഴിഞ്ഞ തവണ നമ്മൾ 5 ടോപ്പിക് അതുപോലെ 3 ടോപ്പിക് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വേർഡിനകത്തെ മാത്രം 20 ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങളും അതിന്റെ കണക്റ്റിംഗ് ഫാക്റ്റുകളും ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, വീഡിയോ കാണുന്നതിനൊപ്പം ഒരു നോട്ട് കയ്യിൽ കരുതുക ആൻഡ് പറയുന്ന പോയിന്റുകൾ അപ്പോൾ എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, what is the maximum scale percentage available in scale drop down box എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ് പ്രത്യേകത? സ്കെയിൽ ഡ്രോപ്പ് ഡൗൺ എന്നാണ് ചോദിച്ചേക്കുന്നത്. സ്കെയിൽ പെർസെൻറ്റേജ് ആണ്. സോ വാല്യൂസ് കൺഫ്യൂസ് ആവരുത്. 500ഉം 200ഉം 100 ഒക്കെ കണ്ട് കൺഫ്യൂസ് ആവരുത്. മാക്സിമം സ്കെയിൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 200 ആണ്. ഓക്കെ, 500 എന്താണ്? മാക്സിമം സൂം വാല്യൂ ആണ്. ഓക്കെ, ആൻഡ് 100 എന്ന് പറയുന്നത് ഡീഫോൾട്ട് സൂം വാല്യൂ 100 ആണ്. ഡീഫോൾട്ട് സ്കെയിലിംഗും എത്രയാണ്? 100 ആണ്. അപ്പൊ മാക്സിമം സ്കെയിൽ പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 200%. ഇനി എന്താണ് സ്കെയിലിംഗ്? സൂമിംഗ് നമുക്കറിയാം. സ്കെയിലിംഗ് എന്താണ്? ഇൻ ബിറ്റ്വീൻ ഒരു വേർഡിനകത്തെ ക്യാരക്ടേഴ്സിന്റെ ആ ഗ്യാപ്പ്, 2 ക്യാരക്ടേഴ്സിന് ഇടയിലുള്ള ആ ഗ്യാപ്പിനെയാണ് സ്കെയിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് എത്രയാണ്? മാക്സിമം 200 ആണ് വരിക. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വേർഡിനകത്താണ്. വേർഡിനകത്ത് ഹോം ടാബിനകത്ത് ഫോണ്ട് ഗ്രൂപ്പ് ഉണ്ട്, ഓർ ഫോണ്ട് ഡയലോഗ് ബോക്സിനകത്താണ് ഈ ഒരു ക്യാരക്ടർ സ്പേസിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഉള്ളത്. അതിനകത്താണ് ഈ ഒരു സ്കെയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇവിടെ കാണാം എത്രയാണ് സ്കെയിൽ. ഡീഫോൾട്ട് ആയിട്ട് എത്രയാണ്? 100% ആൻഡ് ഏറ്റവും മാക്സിമം എന്ന് പറയുന്നത് 200 ആണ്. മിനിമം എന്ന് പറയുന്നത് 33 ആണ്. ക്ലിയർ ആണ്? ക്യാരക്ടർ സ്പേസിംഗുമായി ബന്ധപ്പെട്ടിട്ടാണ് സ്കെയിലിംഗ് ഉള്ളത്. ഫോണ്ട് ഡയലോഗ് ബോക്സിനകത്താണ് സ്കെയിലിംഗ് ഉള്ളത്. ഡീഫോൾട്ട് എന്ന് പറയുന്നത് 100 ആണ്. മിനിമം 33 ആണ്. മാക്സിമം 200 ആണ്. ക്ലിയർ ആണ്? ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളുടെ സൂം സ്ലൈഡർ ആണ്. അതിനകത്ത് നോക്കുക, മിനിമം എന്ന് പറയുന്നത് 10% ഡീഫോൾട്ട് എന്ന് പറയുന്നത് 100% മാക്സിമം എന്ന് പറയുന്നത് 500%. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. What is the maximum font size you can apply for any character? വേർഡിനകത്ത് ഒരു ക്യാരക്ടറിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന മാക്സിമം ഫോണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? അത് 1638 ആണ്. ഇനി അതെങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. ഹോം ടാബിനകത്തെ ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ് ഈ ഒരു ഫോണ്ട് സൈസ് അപ്ലൈ ചെയ്യാനുള്ള നമ്പർ ബോക്സ് ഉള്ളത്. അതർവൈസ് ഫോണ്ട് ഡയലോഗ് ബോക്സിനകത്തും നമുക്ക് ഈ ഒരു നമ്പർ ബോക്സ് ഉണ്ട്. ഓക്കെ, ഇനി ചോദിച്ചിട്ടുള്ളത് ഒരു ക്യാരക്ടറിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന മാക്സിമം ഫോണ്ട് സൈസ് ആണ്. ഓർക്കുക, ഒരു ക്യാരക്ടറിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന മാക്സിമം ഫോണ്ട് സൈസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. ഓക്കെ, ദ നമ്പർ മസ്റ്റ് ബി ബിറ്റ്വീൻ 1 and 1638. അപ്പോൾ ഒരു ക്യാരക്ടറിനെ എൻ്റർ ചെയ്യാൻ കഴിയുന്ന മിനിമം ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 1 പോയിന്റ് ആണ്. മാക്സിമം എത്രയാണ്? 1638 പോയിന്റ് ആണ്. ക്ലിയർ ആണ്? ഈ ഒരു നമ്പർ ബോക്സിനകത്ത് എൻ്റർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഫോണ്ട് എന്ന് പറയുന്നത് 1 ആണ്. ഏറ്റവും വലിയ ഫോണ്ട് എന്ന് പറയുന്നത് 1638 ആണ്. ഇനി 11 എന്താണ്? ഡീഫോൾട്ട് ഫോണ്ട് സൈസ് ആണ്. ആൻഡ് ഓർക്കുക, 11 എന്ന് പറയുന്നത് എന്താണ്? ഡീഫോൾട്ട് ഫോണ്ട് സൈസ് ആണ്. ആൻഡ് ഈ ഒരു സെലക്ഷൻ ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്യാൻ കഴിയുന്ന മിനിമം എത്രയാണ്? 8 ആണ്. മാക്സിമം 72 ആണ്. നമ്മൾ നേരത്തെയും ഉള്ള ഒരു ക്ലാസ്സിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ ആണ്? അടുത്ത ചോദ്യം ഇൻ വേർഡ് എന്നാണ് കേട്ടോ. ഇൻ വേർഡ് എന്നാണേ. ഓക്കെ, ഇൻ വേർഡ് എന്നാണ്. ഇൻ വേർഡ് ബൈ ഡിഫോൾട്ട് places a tab stop at every dash mark on the ruler. ടാബ് സ്റ്റോപ്പ്, ഡീഫോൾട്ട് ടാബ് സ്റ്റോപ്പ് പൊസിഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഇന്റർവെൽ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ? 0.5 ഇഞ്ച് ആണ്. നമുക്ക് വേർഡിനകത്ത് ഓരോ 0.5 ഇന്റർവെൽ കൂടുമ്പോഴും നമുക്കൊരു ടാബ് സ്റ്റോപ്പ് ഉണ്ട്. സോ നമുക്കത് കണ്ടിട്ട് വരാം. എവിടെയാണ്, എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കണ്ടിട്ട് വരാം. വേർഡിനകത്ത് പാരഗ്രാഫ് ഡയലോഗ് ബോക്സ് എടുക്കാം. അതായത് ഹോം ടാബിനകത്തും പാരഗ്രാഫ് ഗ്രൂപ്പ് ഉണ്ട്, ലേഔട്ട് ടാബിനകത്തും പാരഗ്രാഫ് ഗ്രൂപ്പ് ഉണ്ട്. സോ അതിനകത്ത് കോർണറിലെ ഡ്രോപ്പ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാരഗ്രാഫ് ഡയലോഗ് ബോക്സ് കിട്ടും. ആൻഡ് ആ ഒരു ഡയലോഗ് ബോക്സിന്റെ താഴെയായിട്ടാണ് ഈ ഒരു ടാബ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. ഓക്കെ, ടാബ് എന്ന് പറയുന്ന ഓപ്ഷൻ എവിടെയാണ്? പാരഗ്രാഫ് ഡയലോഗ് ബോക്സിന്റെ താഴ്വശത്തായിട്ടാണ്. ആൻഡ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്
നമുക്കിങ്ങനെ ടാബ് സ്റ്റോപ്പ് പൊസിഷൻ ഡീഫോൾട്ട് ടാബ് സ്റ്റോപ്പ് പോലെ കാണാം. അപ്പൊ നോക്കുക, ഡീഫോൾട്ട് ടാബ് സ്റ്റോപ്പ് എത്രയാണ്? 1.27 സെന്റിമീറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് എന്ന് പറയുന്നത് 2.54 സെന്റിമീറ്റർ ആണ്. അതിന്റെ പകുതി എടുക്കുന്ന സമയത്ത് 1.27 എന്ന് പറയുന്നത് എത്രയാണ്? 0.5 ഇഞ്ചാണെന്ന് ഓർക്കുക. അപ്പോൾ ഓർക്കുക, ഓരോ 0.5 ഇന്റർവെല്ലിൽ കൂടുമ്പോഴും നമുക്ക് ഒരു ടാബ് സ്റ്റോപ്പ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ഡീഫോൾട്ട് ലെഫ്റ്റ് മാർജിൻ ഇൻ വേർഡ് 2007 ഡോക്യുമെന്റ്? വേർഡ് 2007-നകത്തെ ഡീഫോൾട്ട് ലെഫ്റ്റ് മാർജിൻ ആണ് ചോദിച്ചിട്ടുള്ളത്. വേർഡ് 2007 എന്ന് എടുത്ത് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഏതാണ്? 1 ഇഞ്ചാണ്. നമുക്ക് 4 ബോർഡറിലും, അതായത് ടോപ്പ്, ലെഫ്റ്റ്, ബോട്ടം, റൈറ്റ് എല്ലാം എത്രയാണ്? 1 മാർജിൻ ആണ്. ആൻഡ് ആ ഒരു 4 സൈഡും 1 ഇഞ്ച് മാർജിൻ ആയിട്ട് വരുന്ന മാർജിന്റെ പേരെന്താണ്? നോർമൽ എന്നാണ്. സോ നമുക്ക് ആ കാര്യങ്ങൾ നോക്കാം. മാർജിൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേജ് ലേഔട്ട് ടാബിനകത്താണ് മാർജിൻ എന്നുള്ള ബട്ടൺ ഉള്ളത്. ആൻഡ് പേജ് ലേഔട്ട് ടാബിനകത്തെ പേജ് സെറ്റപ്പ് ഗ്രൂപ്പിനകത്താണ്. ആൻഡ് അതിനകത്ത് നോർമൽ മാർജിൻ 2.54 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. 4 ഭാഗവും 1 ഇഞ്ചാണ്. ഓക്കെ, ആ മാർജിന്റെ പേരാണ് നോർമൽ. ഓക്കെ, ക്ലിയർ ആണ്. ആൻഡ് ഇവിടെ എന്താണ് ചോദ്യം? ലെഫ്റ്റ് മാർജിൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ലെഫ്റ്റ് മാർജിൻ എത്രയാണ്? 1 ഇഞ്ചാണ്. സോ ക്ലിയർ ആണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ഓൺ ദ ഹൊറിസോണ്ടൽ റൂളർ ആൻ അപ്സൈഡ് ഡൗൺ ടി ഇൻഡിക്കേറ്റ് എ ഡാഷ് ടാബ് സ്റ്റോപ്പ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൊറിസോണ്ടൽ റൂളറിനകത്ത് അപ്സൈഡ് ഡൗൺ ടി. എന്താണ് അപ്സൈഡ് ഡൗൺ ടി? സിമ്പിൾ ആണ്. ടി നേരെ തിരിച്ചിട്ടാൽ എന്താണ് കിട്ടുക? അതാണ് അപ്സൈഡ് ഡൗൺ ടി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സിമ്പിൾ ആണ്. സോ ഈ ഒരു സിമ്പല് ഓക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുക. നേരെ ആയിരിക്കും ഇരിക്കുക. ഓക്കെ, ഈ ഒരു സിമ്പല് ഏതാണ്? എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ടി നേരെ തിരിച്ചിട്ടാലത്തെ ഈ ഒരു സിമ്പലെ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? സെന്റേർഡ് ടാബ് സ്റ്റോപ്പിനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, സെന്റർ എന്ന് പറയുന്ന ഒരു ടാബ് സ്റ്റോപ്പ് ഉണ്ട്, നമുക്കറിയാം. സോ ആ ഒരു കാര്യത്തിനെയാണ് അപ്സൈഡ് ഡൗൺ ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വേർഡ് വിൻഡോക്കകത്താണ്. ആൻഡ് ഈ ഒരു കോർണറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ടാബുകൾ കാണാം. ആൻഡ് നോക്കുക, ഇപ്പൊ കൊടുത്തിട്ടുള്ളത് ലെഫ്റ്റ് ടാബാണ്. ഇപ്പൊ കൊടുത്തിട്ടുള്ളത് ലെഫ്റ്റ് ടാബാണ്. ആൻഡ് ആ സിമ്പിൾ നോക്കുക, എൽ ഷേപ്പാണ്. ഓക്കെ, എൽ ഷേപ്പാണ്. ആൻഡ് അടുത്തതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അപ്സൈഡ് ഡൗൺ ടി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താണ്? സെന്റർ ടാബാണ്. ഓക്കെ, അപ്സൈഡ് ഡൗൺ ടി എന്താണ്? സെന്റർ ടാബാണ്. ആൻഡ് ഇതെന്താണ്? ഇത് റൈറ്റ് ടാബാണ്. നേരത്തെ ലെഫ്റ്റ് ടാബിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റൈറ്റ് ടാബിന്റെ സിമ്പൽ ഉള്ളത്. ആൻഡ് നോക്കുക, ഈ ഒരു സെന്റർ ടാപ്പിങ്ങും ഈ ഒരു അപ്സൈഡ് ഡൗൺ ടി വിത്ത് ഒരു പോയിന്റും കൂടെ ഉണ്ടെങ്കിൽ അത് ഡെസിമലിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്സൈഡ് ഡൗൺ ടിയുടെ കൂടെ ഒരു പോയിന്റും കൂടെ ഉണ്ടെങ്കിൽ അത് ഡെസിമൽ ടാബിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ്? ഒരു വെർട്ടിക്കൽ ബാർ ആണെന്നുണ്ടെങ്കിൽ അത് ബാർ ടാബിനെയാണ് ഉദ്ദേശിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. സെന്റർ അലൈൻമെന്റ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ സെന്റർ ടാബ് അലൈൻമെന്റ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ടാബ് കൊടുക്കുവാണ്. സോ ഇവിടെ വന്നിട്ടുള്ളത് ഏതാണ്? സെന്റർ ആണ്. ഇപ്പൊ വരുന്നത് അപ്സൈഡ് ഡൗൺ ടി ആയിട്ടുള്ള നമ്മളുടെ സെന്റർ ടാബ് അലൈൻമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ആ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾസ് നോക്കുക, അപ്സൈഡ് ഡൗൺ ടി റൈറ്റ് ആൻഡ് അപ്സൈഡ് ഡൗൺ ടി വിത്ത് എ പോയിന്റ്, അത് ഏതാണ്? ഡെസിമൽ ആണ്. ആൻഡ് വെർട്ടിക്കൽ ബാർ വന്നു കഴിഞ്ഞാൽ അത് ബാർ അലൈൻമെന്റ് ആണ്. ദെൻ ഇത് ഫസ്റ്റ് ലൈൻ ഇൻഡന്റ് ആണ്. ആൻഡ് അടുത്തത് ഹാങ്ങിങ് ഇൻഡന്റ് ആണ്. ആൻഡ് അടുത്തത് ലെഫ്റ്റ്. അടുത്ത ചോദ്യം നോക്കാം. ഇൻ വേർഡ് ദ മെയിലിംഗ് ലിസ്റ്റ് ഈസ് നോൺ ആസ് ദി, നമ്മളുടെ വേർഡിനകത്ത് മെയിൽ മെർജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് എന്താണ്? നെയിമിനെയും അഡ്രസ്സിനെയും നമുക്ക് കമ്പൈൻ ചെയ്യാം. അത്തരത്തിൽ ഒരു റെസിപ്പിയന്റ് മെയിൽ ആൻഡ് അഡ്രസ്സിനെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെയിലിംഗ് ലിസ്റ്റിനെ ഒരുമിച്ച് ചേർത്ത് ഒരു പേര് പറയും. ആ പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഡാറ്റ സോഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി നമുക്കതൊന്നുകൂടെ ക്ലിയർ ആക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വേർഡിനകത്താണ്. വേർഡിനകത്ത് മെയിലിംഗ്സ് എന്ന് പറയുന്ന ടാബ് ഉണ്ട്. അതിനകത്ത് സെൻഡ് അല്ലെങ്കിൽ സെലക്ട് റെസിപ്പിയന്റ് ചൂസ് ചെയ്യുക. ടൈപ്പ് എ ന്യൂ ലിസ്റ്റ് കൊടുക്കുക. എന്തെങ്കിലും നമ്മൾ കുറച്ച് വാല്യൂസ് ടൈപ്പ് ചെയ്യുവാണ്. റാൻഡം ആയിട്ട് ടൈപ്പ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഞാൻ ന്യൂ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്ന സമയത്ത് നോക്കുക,
മൈ ഡാറ്റ സോഴ്സ് എന്നാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ ഇത്തരത്തില് മെയിലിംഗ് ലിസ്റ്റിനെ ഒന്നിച്ച് ചേർത്ത് എന്താണ് പറയുക, ഡാറ്റ സോഴ്സ് എന്നാണ് പറയുക. ഇനി നോക്കുക, ഈ ഫയൽസ് ഏത് തരം ഫയൽസ് ആണ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് ആക്സസ് ഡാറ്റാബേസ് ഫയലാണ്. സോ ഓർക്കുക, മെയിലിംഗ്സിന് മെയിൽ മെർജ് ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്നത് ഏത് ആപ്ലിക്കേഷൻ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ആക്സസ് ആണ്. മാക്രോസിനകത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിഷ്വൽ ബേസിക് ആണ്. സോ ആക്സസ് എവിടെയാണ്, മെയിൽ മെർജിനകത്താണ് അതിന്റെ ഒരു ഹെൽപ്പ് വരുന്നത് എന്ന് ആലോചിക്കുക. ഇനി ഈ ഒരു നെയിം ആൻഡ് അഡ്രസ് ലിസ്റ്റിനെയാണ് അല്ലെങ്കിൽ ഒരു മെയിലിംഗ് ലിസ്റ്റിനെയാണ് നമ്മൾ ഡാറ്റ സോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ബെസ്റ്റ് ഫോർ ക്വിക്ക് കട്ട് ഓപ്പറേഷൻ? പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ സഹായിക്കുന്നത് ഏത് ഓപ്പറേഷൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോപ്പി ആൻഡ് പേസ്റ്റ് ആണോ, ഇനി ക്ലിപ്പ് ബോർഡ് ആണോ, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണോ, ഓട്ടോ ടെക്സ്റ്റ് ആണോ, ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് വഴിയാണ് എടുക്കാനായിട്ട് പറ്റുക എളുപ്പത്തിൽ? അതിന്റെ ആൻസർ വരുന്നത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. ഓക്കെ, നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മൾ നിൽക്കുന്നത് വേർഡിനകത്താണ്. ഓൾറെഡി കുറച്ച് കണ്ടന്റ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഓഫീസ് എന്നുള്ള വേർഡിനെ ഇവിടെ കൊണ്ടുവരാം, ഇൻഫർമേഷൻ കഴിഞ്ഞു കൊണ്ടുവരാം. ഓക്കെ, ഓഫീസ് എന്ന വേർഡിനെ ഇൻഫർമേഷൻ കഴിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിടാം മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, സോ ഓഫീസ് എന്ന വേർഡ് നമ്മൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ആൻഡ് കൺട്രോൾ എക്സ് കൊടുത്ത് പേസ്റ്റ് ചെയ്യാം. ഓർ അതർവൈസ് ഏറ്റവും ക്വിക്കായിട്ട് ഈ സെലക്ഷൻ ചെയ്ത് നിർത്തിയതിന് ശേഷം ഇങ്ങനെ മൗസ് പോയിന്റർ ഒരു വൈറ്റ് പോയിന്റിങ് ആരോ ആവും ആൻഡ് അതിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക, ലെഫ്റ്റ് ക്ലിക്ക് ആണ്. സോ ഇങ്ങനെ ഒരു സിമ്പൽ വരും. ആ ഒരു സൈഡിൽ ഒരു സെല്ല് പോലെ ചെറിയൊരു റെക്റ്റാങ്കിൾ കാണും ആൻഡ് നമുക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവന്ന് വെക്കുക. ക്വിക്ക് കട്ട് പേസ്റ്റ് ഓപ്ഷൻ ഏതാണ്? ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഏതാണ്? ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് കട്ട് പേസ്റ്റ് ഓപ്പറേഷൻ ഏതാണ്? ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്പറേഷൻസ് മൂവ് ടെക്സ്റ്റ് ഫ്രം ക്ലിപ്പ് ബോർഡ്? ഓക്കെ, ക്ലിപ്പ് ബോർഡിൽ നിന്നും ടെക്സ്റ്റ് മൂവ് ചെയ്യിക്കുന്ന, ക്ലിപ്പ് ബോർഡിൽ നിന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്രം ആണ്, ഓർക്കുക ഫ്രം ആണ്. ഓക്കെ, അപ്പൊ ഫ്രം ക്ലിപ്പ് ബോർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേസ്റ്റ് ആണ്. ക്ലിപ്പ് ബോർഡിൽ നിന്ന് ഫയൽ ലൊക്കേഷനിലേക്ക് എന്നാണ്. സോ അത് പേസ്റ്റ് ആണ്. പേസ്റ്റിന്റെ ഷോർട്ട് കട്ട് വരുന്നത് കൺട്രോൾ വി ആണ്. ഇനി മൂവ്സ് ടു എന്നാണെങ്കിൽ, ടു ക്ലിപ്പ് ബോർഡ് എന്നാണെങ്കിൽ, അതായത് ഇവിടെ ഈ ചോദ്യങ്ങളെല്ലാം ഒരുപോലെ തന്നെ ഈ ഫ്രമിന് പകരം ടു ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ കട്ട് ആൻഡ് കോപ്പി ആണ് വരിക. ഓക്കെ, ക്ലിയർ ആണ്? ഇവിടെ ഈ ചോദ്യത്തിനകത്ത് ആൻസർ വരുന്നത് പേസ്റ്റ് ആണ്. ആൻഡ് ഈ ഒരു ചോദ്യം തന്നെ ഈ ഒരു ഫ്രം എന്നുള്ളതിന് പകരം ടു എന്നാണെന്നുണ്ടെങ്കിൽ, ടു ക്ലിപ്പ് ബോർഡ് എന്നാണെങ്കിൽ അതിന്റെ ആൻസർ വരിക കട്ട് ആൻഡ് കോപ്പി ആണ്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ഓൺ വിച്ച് ടാബ് ക്യാൻ യു ഫൈൻഡ് ഫോർമാറ്റ് പെയിന്റർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫോർമാറ്റ് പെയിന്റർ എവിടെയാണ്? ഹോം ടാബിനകത്താണ്. സോ ഫോർമാറ്റ് പെയിന്ററുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മളുടെ നേരത്തെ കണ്ടന്റ് പേസ്റ്റ് ചെയ്തത് ഇവിടെയുണ്ട്. സോ നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാം, അതായത് കുറച്ച് ഫോർമാറ്റിങ്സ് ആഡ് ചെയ്യാം. സോ ഈ ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് 2007 ഞാൻ ബോൾഡ് ആക്കുന്നു, അണ്ടർലൈൻ കൊടുക്കുന്നു ആൻഡ് അതിന്റെ ഫോണ്ട് ഇൻക്രീസ് ചെയ്യുന്നു, കളർ മാറ്റുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഫോർമാറ്റിങ്സ് തന്നെ ഇതേ കാര്യങ്ങൾ എനിക്ക് ഈ ഒരു ഡോക്യുമെന്റിന്റെ മറ്റ് പല സ്ഥലങ്ങളിലേക്ക് ആവശ്യമുണ്ട്. ഓക്കെ, മറ്റ് സ്ഥലങ്ങളിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ സിംപ്ലി എന്താണ് ചെയ്യേണ്ടത്? ഇത് സെലക്ട് ചെയ്യുന്നു, ഈ ഒരു ഫോർമാറ്റിങ്സ് ഉള്ള ആ വേർഡ് സെലക്ട് ചെയ്യുന്നു ആൻഡ് ഫോർമാറ്റ് പെയിന്ററിനകത്ത് ക്ലിക്ക് ചെയ്യുന്നു ആൻഡ് എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടെ ഇങ്ങനെ സെലക്ഷൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ അത്രയും സെലക്ട് ചെയ്ത അത്രയും വേർഡുകൾ ആ ഒരു ഫോർമാറ്റിങ്സ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വേർഡുകളിൽ ആ ഒരു ഫോർമാറ്റ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഫോർമാറ്റ് പെയിന്റർ എന്താണ് ചെയ്യുക? ഇറ്റ് കോപ്പീസ് ദി ഫോർമാറ്റിങ്സ് ഓഫ് ടെക്സ്റ്റ്. ആ ടെക്സ്റ്റിനകത്തെ ഫോർമാറ്റിങ്സിനെയാണ്, അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് എഫക്റ്റ് സ്റ്റൈല് പോലെയുള്ള കാര്യങ്ങളെയാണ് അത് കോപ്പി ചെയ്യുക. ആൻഡ് എന്താണ് ഷോർട്ട് കട്ട്? കൺട്രോൾ ഷിഫ്റ്റ് സി ആണ് ഷോർട്ട് കട്ട് വരുന്നത്. ഇനി വേറെ ഒരു ചോദ്യമുണ്ട് നമുക്ക്, അതിങ്ങനെയാണ്. ഫോർമാറ്റ് പെയിന്റർ മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക എന്നാണ് ചോദ്യം. ഓക്കെ, ക്ലിയർ ആണ്? മൾട്ടിപ്പിൾ ടൈംസിന് വേണ്ടി എന്താണ് ചെയ്യുക എന്നാണ്. ഇവിടെ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്, നമുക്ക് നോക്കാം. സോ ഈ ഒരു ഫോർമാറ്റ് പെയിന്ററിന്റെ ഡീറ്റെയിൽസ് എന്താണ്? ഷോർട്ട് കട്ട് വന്നിട്ടുള്ളത് കൺട്രോൾ ഷിഫ്റ്റ് സി ആണ്. ആൻഡ് ഇവിടെ താഴെ കാണാം, രണ്ടാമത്തെ പാരഗ്രാഫ് ആയിട്ട് കാണാം, ഡബിൾ ക്ലിക്ക് ദിസ് ബട്ടൺ ടു അപ്ലൈ ദ സെയിം ഫോർമാറ്റിംഗ് ടു മൾട്ടിപ്പിൾ പ്ലേസസ് ഇൻ എ ഡോക്യുമെന്റ്. അപ്പോൾ ഒരു ഡോക്യുമെന്റിനകത്ത് മൾട്ടിപ്പിൾ ടൈം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഫോർമാറ്റ് പെയിന്ററിൽ
ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇനി അത്തരത്തിൽ ആ യൂസേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് എക്സിറ്റ് ചെയ്യുന്നതിന് എന്താണ് ചെയ്യുക, ജസ്റ്റ് എസ്കേപ്പ് പ്രസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു തവണ കൂടെ ഈ ഒരു ഫോർമാറ്റ് പെയിന്ററിനകത്ത് ക്ലിക്ക് ചെയ്യാം. സോ എന്താണ്, മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ഫോർമാറ്റ് പെയിന്ററിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. Which of the following is graphic solution for word processor? വേർഡ് പ്രോസസ്സറിനകത്ത് ഗ്രാഫിക് സൊല്യൂഷൻ അല്ലെങ്കിൽ ഗ്രാഫിക്സിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? വേർഡ് ആർട്ടും ഡ്രോപ്പ് ക്യാപ്പും ലെറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, വേർഡ് ആർട്ടും ഡ്രോപ്പ് ക്യാപ്പും ടെക്സ്റ്റ് അല്ലെങ്കിൽ ക്യാരക്ടർ അല്ലെങ്കിൽ വേർഡുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ്? ക്ലിപ്പ് ആർട്ടാണ് വ്യത്യസ്തമായിട്ടുള്ളത്. എന്താണ്? ടൈനി ഐക്കൺസ് പോലെയുള്ള ടൈനി സിംബൽസ്, കാരിക്കേച്ചർ പോലെയുള്ള കാർട്ടൂൺ ലൈക്ക് പിക്ചേഴ്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്ഷനാണ്. ഇൻസേർട്ട് ടാബിനകത്താണ്, ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ്. ആൻഡ് ഓർക്കുക, പുതിയ വേർഷൻസിനകത്ത് 2013, 16, 19 പോലെയുള്ള പുതിയ വേർഷൻസിനകത്ത് ഈ ഒരു ക്ലിപ്പ് ആർട്ട് ഇല്ല. ക്ലിപ്പ് ആർട്ടിനെ എടുത്ത് കളഞ്ഞിട്ട് പകരം എന്താണ് വെച്ചിട്ടുള്ളത്, ഓൺലൈൻ ഇമേജ് എന്നുള്ള ഓപ്ഷനാണ് ഉള്ളത്. സോ ഇവിടുത്തെ ചോദ്യം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്രാഫിക് സൊല്യൂഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഗ്രാഫിക്സ് എന്ന് പറയുമ്പം ഫോട്ടോ, ഇമേജ്, റെസൊല്യൂഷൻ പോലുള്ള കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വരിക. ആൻഡ് എന്താണ് ഗ്രാഫിക് സൊല്യൂഷൻ? എന്താണ്? ക്ലിപ്പ് ആർട്ട് ആണ്. ഇൻസേർട്ട് ടാബിനകത്താണ്, ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ്. ക്ലിയർ ആണ്. ഇനി മൈക്രോസോഫ്റ്റ് വേർഡിന്റെ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ ഡിജിറ്റൽ ആർട്ട് ഗാലറി, ഓഫീസിന്റെ ഡിജിറ്റൽ ആർട്ട് ഗാലറി എന്നൊക്കെ അറിയപ്പെടുന്നത് ക്ലിപ്പ് ആർട്ട് ആണ്. ക്ലിയർ ആണ്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഗട്ടർ മാർജിൻ? ഗട്ടർ മാർജിൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ വായിച്ചു നോക്കുക. ആൻഡ് എന്താണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഇറ്റ് ഇസ് എ മാർജിൻ ദാറ്റ് ഇസ് ആഡഡ് ടു ദി ബൈൻഡിങ് സൈഡ് ഓഫ് പേജ് വെൻ പ്രിന്റിംഗ്. പ്രിന്റ് എടുത്തു കഴിഞ്ഞ് നമ്മൾ ബൈൻഡ് ചെയ്യും അല്ലേ. അപ്പൊ ബൈൻഡ് ചെയ്യുമ്പം ആ സൈഡിലെ കണ്ടന്റ് മിസ്സായി പോകരുത്. അപ്പൊ ആ ഒരു ബൈൻഡിങ് സൈഡിൽ നമ്മൾ എക്സ്ട്രാ മാർജിൻസ് ആഡ് ചെയ്യും. സോ ആ ഒരു മാർജിനെയാണ് നമ്മൾ ഗട്ടർ മാർജിൻ എന്ന് പറയുക. എവിടെയാണ്? ബൈൻഡ് ചെയ്യുന്ന സമയത്താണ് ഗട്ടർ മാർജിൻ ആഡ് ചെയ്യുന്നത്. ഓർക്കുക, പ്രിന്റ് ചെയ്ത് നമ്മൾ ബൈൻഡ് ചെയ്യുന്നത് ഡീഫോൾട്ട് ആയിട്ട് എവിടെയാണ്? കൂടുതൽ എവിടെയാണ്? ലെഫ്റ്റ് സൈഡാണ് നമ്മൾ ബൈൻഡ് ചെയ്യുക. അതർവൈസ് നമ്മൾ ടോപ്പും ബൈൻഡ് ചെയ്യും അല്ലെ. അപ്പൊ ഏതൊക്കെയാണ് ഡീഫോൾട്ട് പൊസിഷൻസ് വരിക? ലെഫ്റ്റും ടോപ്പും ആയിരിക്കും. ഓൾറെഡി ഉള്ള പൊസിഷൻസ്, ഗട്ടർ മാർജിന് അവൈലബിൾ ആയിട്ടുള്ള പൊസിഷൻസ് ആണ് ടോപ്പും ലെഫ്റ്റും. അതിനകത്ത് ഡീഫോൾട്ട് ഗട്ടർ പൊസിഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് ആണ്. സോ നമുക്ക് ആ ഒരു ഗട്ടർ മാർജിന്റെ ആ കാര്യങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം. പേജ് ലേഔട്ട് ടാബിനകത്ത് പേജ് സെറ്റപ്പ് ഗ്രൂപ്പിന്റെ തന്നെ പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് ഉണ്ട്. സോ ഇതിനകത്താണ് മാർജിൻ ഉള്ളത്. സോ ഈ ഒരു പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിനകത്ത് മാർജിൻ, പേപ്പർ, ലേഔട്ട് എന്നിങ്ങനെ 3 ടാബുകളാണ് ഉള്ളത്. ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതുമാണ്. അതിനകത്ത് മാർജിൻസ് ടാബിനകത്താണ് ഈ മാർജിൻ എല്ലാം പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ഇവിടെ കാണാം ഗട്ടർ. ഇപ്പൊ നമ്മൾ ഗട്ടർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, അതായത് ബൈൻഡ് ചെയ്യുന്നില്ലല്ലോ, സോഫ്റ്റ് കോപ്പി ആണ്. സോ ഇവിടെ നിലവിൽ 0 സെന്റിമീറ്റേഴ്സ് ആണ്. ഇനി ഗട്ടർ പൊസിഷൻ ഏതാണ്? ലെഫ്റ്റ് ആണ്. ഓക്കെ, ഡിഫോൾട്ട് ഗട്ടർ പൊസിഷൻ ഏതാണ്? ലെഫ്റ്റ് ആണ്. ആൻഡ് മറ്റ് പൊസിഷൻസും കൂടെ നോക്കുക, ടോപ്പ് ആണ്. സോ ഗട്ടർ എപ്പോഴാണ് ആഡ് ചെയ്യുന്നത്? ബൈൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു ബൈൻഡിങ് സൈഡിലുള്ള കണ്ടന്റ് മിസ് ആവാതെ ഇരിക്കാനായിട്ടാണ് നമ്മൾ ഗട്ടർ മാർജിൻ ആഡ് ചെയ്യുന്നത്. ഡിഫോൾട്ട് പൊസിഷൻ വരുന്നത് ലെഫ്റ്റ് ആണ്. ലെഫ്റ്റിനെ കൂടാതെ ടോപ്പിലും കൂടെ ആഡ് ചെയ്യാം. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. A dash is a collection of pre-defined design element and color schemes എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് അത്തരത്തിലുള്ള ഡിസൈൻ എലമെന്റിന്റെയും കളർ സ്കീമിന്റെയും കളക്ഷനെ എന്താണ് പറയുക? കളർ സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിസൈൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ്? നമ്മളുടെ വേർഡിന്റെ ഒരു ഓവറോൾ ലുക്കപ്പ് ആണല്ലേ. അപ്പൊ ഏതാണ്? തീമാണ് ആൻസർ. ഓക്കെ, വേർഡിനകത്തെ കാര്യമാണ്. സോ എന്താണ് ആൻസർ വരിക? തീമാണ്. സോ നമുക്ക് ആ തീം എന്താണ്, അതിന്റെ ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. വേർഡിനകത്ത് മൈക്രോസോഫ്റ്റ് വേർഡ് 2007 പേജ് ലേഔട്ട് ടാബിനകത്ത് തന്നെയാണ് തീംസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉള്ളത്. ആൻഡ് നോക്കാം എന്താണ് കറന്റ് തീം എന്ന് പറയുന്നത് ഓഫീസ് തീം ആണ്. ആൻഡ് ചേഞ്ച് ദി ഓവറോൾ ഡിസൈൻ ഓഫ് ദി എൻറ്റയർ ഡോക്യുമെന്റ് ഇൻക്ലൂഡിങ് കളർ, ഫോണ്ട്, എഫക്റ്റ്. അപ്പോൾ ഓവറോൾ ലുക്കപ്പ് ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഓവറോൾ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്നതാണ് തീംസ്. ആൻഡ് തീംസ് ഡീഫോൾട്ട് തീം എന്ന് പറയുന്നത് ഓഫീസ് ആണ്. ആൻഡ് ഡിഫറെന്റ് തീംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓൾറെഡി പ്രീസെറ്റഡ് വേർഷൻസ് ആണ്. ആൻഡ് അതിനകത്തെ കളർ ചേഞ്ച് ചെയ്യാം, ഫോണ്ടുകൾ ചേഞ്ച് ചെയ്യാം, എഫക്റ്റുകളൊക്കെ ചേഞ്ച് ചെയ്യാം. സോ ക്ലിയർ ആണ്. പേജ് ലേഔട്ട് ടാബിനകത്ത് തീംസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ് തീംസ് ഉള്ളത്. ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസൈൻ എലമെന്റ് ആണ് അല്ലെങ്കിൽ കളർ സ്കീമിനെയൊക്കെയാണ് തീംസ് എന്ന് പറയുക. ഓക്കെ, ക്ലിയർ ആണ്. ഡീഫോൾട്ട് തീംസ് എന്ന് പറയുന്നത് ഓഫീസ് തീം ആണെന്ന് കൂടെ ഓർത്തിരിക്കുക. സോ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്.
Switching between portrait and landscape mode involves the പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് മോഡുകൾ നമുക്ക് ഇടയ്ക്ക് വെച്ച് ചേഞ്ച് ഒക്കെ ചെയ്യാം. സോ അത് ആ ഒരു ഓപ്ഷൻ പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഏത് ഡയലോഗ് ബോക്സിനകത്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡയലോഗ് ബോക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻസിനകത്ത് നിന്ന് ആൻസർ ഏതാണ്? പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിനകത്താണ്. ഓക്കെ, ഇവിടെ ഓപ്ഷനിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഹെഡർ ആൻഡ് ഫൂട്ടറിൽ നമുക്ക് പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പ്രിന്റ് ലേഔട്ട് വ്യൂക്കകത്ത് നമുക്ക് പോർട്രേറ്റ് മാറ്റാനായിട്ട് പറ്റത്തില്ല. ഇനി ഉള്ളതില് ആൻസർ ഏതാണ്? പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് ആണ്. സോ നമുക്ക് എങ്ങനെയൊക്കെ ഈ ഒരു പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് സ്വിച്ച് ചെയ്യാം എന്ന്, ഈ ഒരു മോഡുകൾ സ്വിച്ച് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ MS Word 2007 വിൻഡോ ഉള്ളത്, നമുക്കറിയാം. അതിനകത്ത് പേജ് ലേഔട്ട് ടാബിനകത്ത് ഓറിയന്റേഷൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോർട്രേറ്റും ലാൻഡ്സ്കേപ്പുമായിട്ട് മാറ്റാം. പക്ഷെ നമ്മളുടെ ഓപ്ഷനകത്ത് ആ ഒരു കാര്യം ഇല്ല. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ രീതിയിൽ ഈ ഒരു പോർട്രേറ്റും ലാൻഡ്സ്കേപ്പുമായിട്ട് സ്വിച്ച് ചെയ്യുന്ന കാര്യം എങ്ങനെയാണ്? പേജ് ലേഔട്ട് ടാബിനകത്ത് പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് ഓറിയന്റേഷൻ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. അതുവഴി നമുക്ക് ഈ ലേഔട്ട് മാറ്റാം. സോ ലാൻഡ്സ്കേപ്പിലേക്ക് മാറുന്നു ആൻഡ് പോർട്രേറ്റിലേക്ക് മാറുന്നു. ഓക്കെ, അപ്പൊ ഇത് നമ്മളുടെ ഓപ്ഷനകത്ത് ഇല്ല, ആൻസറിനകത്ത് ഇല്ല. ഇനി നമുക്ക് ഒരു തരത്തിൽ ചെയ്യാൻ പറ്റുന്നത് പ്രിന്റ് പ്രിവ്യൂ എടുക്കുവാണ്. പ്രിന്റ് പ്രിവ്യൂ എടുക്കുന്നു ആൻഡ് അഗെയിൻ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് പ്രിന്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടും ഇങ്ങനെ ചെയ്യാം. സോ അവിടെയും ഒരു ലാൻഡ്സ്കേപ്പ് ആൻഡ് പോർട്രേറ്റ് സ്വിച്ചിങ് മോഡ് ഉണ്ട്. പക്ഷെ നമ്മളുടെ ഓപ്ഷനകത്ത് അതില്ല. പക്ഷെ നമ്മളുടെ ഓപ്ഷനകത്തുള്ള കാര്യം പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് എന്നാണ്. സോ അത് ഓപ്പൺ ചെയ്യുന്നു. പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓറിയന്റേഷൻ എന്ന് കാണാം. സോ പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും. ഓക്കെ, സ്വിച്ച് ചെയ്യാം. പോർട്രേറ്റ് ആണ്, ലാൻഡ്സ്കേപ്പ് ആണ്. ഓക്കെ, ക്ലിയർ ആണ്. സോ അതാണ് ആ കണ്ടന്റ്. സോ എവിടെയാണ്? പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് വഴി ചെയ്യാം, അല്ലെങ്കിൽ പേജ് ലേഔട്ട് ടാബിനകത്തെ പേജ് സെറ്റപ്പ് ഗ്രൂപ്പ് വഴി ഓറിയന്റേഷൻ ബട്ടണിലേക്ക് വന്ന് ചെയ്യാം, അല്ലെങ്കിൽ പ്രിന്റ് പ്രിവ്യൂ എടുക്കുന്ന സമയത്തും ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ബുക്ക് മാർക്ക് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്? മൈക്രോസോഫ്റ്റ് വേർഡിനകത്തെ ബുക്ക് മാർക്ക് എന്താണ് യൂസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ക്വിക്ലി ജമ്പ് ടു എ സ്പെസിഫിക് ലൊക്കേഷൻ ഇൻ ദ ഡോക്യുമെന്റ്. നമ്മൾ ഓൾറെഡി എന്താണ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതായത് ബുക്ക് മാർക്ക് നമുക്കറിയാം, നമ്മൾ സാധാരണഗതിയിൽ ബുക്കുകൾ വായിക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ വായിച്ച് നിർത്തുന്നത് അവിടെ ഒരു ഫ്ലാപ്പ് വയ്ക്കും അല്ലേ? അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു സംവിധാനത്തിന്റെ ഇലക്ട്രോണിക് വേർഷൻ ആണ് ഈ ഒരു ബുക്ക് മാർക്ക് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? നമ്മളുടെ കയ്യിൽ ഒരു വലിയ ഡോക്യുമെന്റ് ഉണ്ട് ആൻഡ് ഒരു 200-300 പേജുള്ള ഡോക്യുമെന്റ് ഉണ്ട്. അതിനകത്ത് നമ്മളൊരു 180ാമത്തെ പേജിലാണ് വായിക്കുന്നത്. സോ അന്നത്തെ വായിക്കൽ അല്ലെങ്കിൽ ആ ഒരു നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തുവാണ്. സോ ഇനി വായിക്കേണ്ടത് 181ാമത്തെ കണ്ടന്റ് മുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫ്ലാപ്പ് പോലെ ഒരു കാര്യം അറേഞ്ച് ചെയ്യാം. ആൻഡ് പിന്നീട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആദ്യം തൊട്ട് സ്ക്രോൾ ചെയ്യേണ്ട, ഈ കറസ്പോണ്ടിങ് ബുക്ക് മാർക്കിന് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത് എന്താണോ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. സോ എന്താണ്? ടു ക്വിക്ലി ജമ്പ് ടു എ സ്പെസിഫിക് ലൊക്കേഷൻ ഇൻ ദി ഡോക്യുമെന്റ്. ഓപ്ഷൻസിൽ നിന്നും പറഞ്ഞതാണ്. ഇനി ബുക്ക് മാർക്ക് എവിടെയാണ്? ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിനകത്ത് ലിങ്ക് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്താണ് ബുക്ക് മാർക്ക് ഉള്ളത്. ആൻഡ് ലിങ്ക് ഗ്രൂപ്പിനകത്ത് മറ്റ് കണ്ടന്റ് ആണ് ഹൈപ്പർ ലിങ്കും ക്രോസ് റെഫറൻസും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഫീച്ചർ ഈസ് യൂസ്ഡ് ഫോർ മോണിറ്ററിങ് ഓൾ ഡോക്യുമെന്റ് ചേഞ്ചസ്? നമ്മളുടെ ഡോക്യുമെന്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നിങ്ങനെ എഴുതി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ മോണിറ്റർ ചെയ്ത് വെക്കുന്നുണ്ട്. ആൻഡ് ആ ഓപ്ഷന്റെ പേരാണ് ട്രാക്ക് ചേഞ്ച്. ഓക്കെ, സോ നമ്മളുടെ ഡോക്യുമെന്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കാം, അല്ലെങ്കിൽ മെൻഷൻ ചെയ്ത് വെക്കാം. സോ ആ ഒരു ഓപ്ഷനെ പറയുന്നത് ട്രാക്ക് ചേഞ്ച് എന്നാണ്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ഈ ഒരു ട്രാക്ക് ചേഞ്ച് എവിടെയാണെന്ന് നോക്കാം. വേർഡിനകത്ത് റിവ്യൂ ടാബിനകത്താണ് ട്രാക്ക് ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. Ctrl+Shift+E ആണ് ട്രാക്ക് ചേഞ്ചിന്റെ ഷോർട്ട് കട്ട് വരുന്നത്. നമ്മളുടെ ഡോക്യുമെന്റിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരു ഓവറോൾ മോണിറ്ററിംഗ് ആണ്. സോ എന്താണ്? ട്രാക്ക് ചേഞ്ചസ് ആണ്. റിവ്യൂ ടാബിനകത്ത് ട്രാക്കിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ് ട്രാക്ക് ചേഞ്ചസ് ഉള്ളത്. നേരത്തെ പറഞ്ഞ ബുക്ക് മാർക്ക് ഇൻസേർട്ട് ടാബിനകത്ത് ലിങ്ക് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. Alt+Backspace gives the result of. ഓക്കെ, ഓൾട്ടും ബാക്ക് സ്പേസും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിലീറ്റ് ആണോ, റിഡു ആണോ, എക്സിറ്റ് ആണോ, അൺഡു ആണോ എന്നാണ്. സോ ആൻസർ എന്ന് പറയുന്നത് അൺഡു ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് എങ്ങനെയാണെന്നുള്ളത് കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഓൾട്ട് ബാക്ക് സ്പേസ് എന്താണ് റിസൾട്ട് എന്നാണ് ചോദ്യം. ആൻസർ അൺഡു ആണെന്ന് പറയുന്നു. സോ നമുക്ക് ചെയ്ത് നോക്കാം, അൺഡു തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ,
ഓക്കെ, അപ്പം നമ്മൾ വേർഡിനകത്ത് വന്നു, വേർഡ് വിൻഡോക്കകത്ത് വന്നു. ഇനി കുറച്ച് കാര്യങ്ങൾ എഴുതുവാണ്. സോ ന്യൂ വേർഡ് ഡോക്യുമെന്റ് എന്നാണ് എഴുതുന്നത്. ഓക്കെ, ന്യൂ വേർഡ്. ഓക്കെ, ന്യൂ വേർഡ് ഡോക്യുമെന്റ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇനി എന്താണ് ആൻസർ വന്നിരിക്കുന്നത്? അൺഡു ആണ്. അപ്പൊ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ കാണുന്നത് നമ്മളുടെ ഓൺ സ്ക്രീൻ കീബോർഡ് ആണ്. അതായത് കീബോർഡിനകത്ത് എങ്ങനെയാണ് കീ പ്രസ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് വിർച്വൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്തത് ന്യൂ വേർഡ് ഡോക്യുമെന്റ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ആൻഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിന് ഈ ഒരു ഡോക്യുമെന്റ് എന്നുള്ളതിന് കളർ കൊടുക്കുവാണ്. ഒരു റെഡ് കളർ കൊടുത്തു. ആൻഡ് ഓക്കെ, റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഓപ്ഷൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഓൾട്ട് പ്ലസ് ബാക്ക് സ്പേസ് ആണ്. സോ ഡോക്യുമെന്റ് എന്നുള്ളതിന് കളർ കൊടുത്തതാണ് ലാസ്റ്റ് ചെയ്ത ഫംഗ്ഷൻ. അപ്പൊ ലാസ്റ്റ് ചെയ്ത എന്ത് കാര്യമാണോ അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അൺഡു പറയുന്നത്. സോ നമുക്ക് നോക്കാം. ഓൾട്ട് ക്ലിക്ക് ചെയ്തു, ദെൻ ബാക്ക് സ്പേസ്. ഇത് നമ്മൾ കീബോർഡിനകത്ത് ഓൾട്ട് പ്രസ് ചെയ്താലും ഇങ്ങനെ തന്നെ വരും. സോ ഓക്കെ, ഓൾട്ട് ബാക്ക് സ്പേസ് കൊടുക്കുന്ന സമയത്ത് ആ കളറ് പോയിട്ടുണ്ട്. ഓൾട്ട് ബാക്ക് സ്പേസ് എന്താണ്? അൺഡു ദ ലാസ്റ്റ് ആക്ഷൻ. ഓക്കെ, ലാസ്റ്റ് ചെയ്തത് എന്താണോ അതിനെ അൺഡു ചെയ്യലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഏതാണ് ഓൾട്ട് ബാക്ക് സ്പേസ് എന്ന് പറയുന്നത്? അൺഡു തന്നെയാണ്. സോ വെരിഫൈഡ് ആണ്. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. ക്ലോസ് ബട്ടൺ ഈസ് ലൊക്കേറ്റഡ് ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് എന്നാണ് ചോദ്യം. എവിടെയാണ് അത്? ടൈറ്റിൽ ബാറിനകത്താണ്. ഓക്കെ, ക്ലോസ് ബട്ടൺ എവിടെയാണ്? ടൈറ്റിൽ ബാറിനകത്താണ്. ഇനി നമുക്ക് ക്ലോസ് അല്ലെങ്കിൽ ക്ലോസ് ബട്ടൺ അല്ലെങ്കിൽ ക്ലോസ് എന്നുള്ള ആ ഒരു ഫീച്ചറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ടൈറ്റിൽ ബാർ ആണ് ഈ കാണുന്ന ഈ ഒരു ഹൊറിസോണ്ടൽ ടോപ്പ് മോസ്റ്റ് ബാർ. അതിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടെ ക്ലോസ് ബട്ടൺ ഉള്ളത്. നമുക്ക് കാണാം, ക്ലോസ് എന്ന് കാണാം. ഓക്കെ, ഇനി ഇങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫീസ് ബട്ടനകത്ത് ക്ലോസിൽ വരാം. ഓക്കെ, ഓഫീസ് ബട്ടനകത്ത് ക്ലോസിൽ വരാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എടുക്കാം? കൺട്രോൾ W. ആദ്യത്തെ ഷോർട്ട് കട്ട് ആണ്, ഓർക്കുക. കൺട്രോൾ W. ക്ലോസിന്റെ ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ W. അതർവൈസ് നമുക്ക് കൺട്രോൾ F4 കൂടെ യൂസ് ചെയ്യാം. ഓക്കെ, കൺട്രോൾ W അതർവൈസ് കൺട്രോൾ F4 രണ്ടും എന്താണ്? ഈ പറയുന്ന ക്ലോസിന്റെ ഷോർട്ട് കട്ട് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, കൺട്രോൾ W ആൻഡ് കൺട്രോൾ F4 എന്ന് പറയുന്നത് എന്താണ്? ക്ലോസ് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട് ആണ്. ഓക്കെ, അപ്പൊ സംശയം ഉണ്ടായിരിക്കും ഓൾട്ട് F4 എന്താണെന്ന്. ഓൾട്ട് F4 എന്താണ്? അത് എക്സിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട് ആണ് ഓൾട്ട് F4. ഇനി ക്ലോസും എക്സിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഒരു ഡോക്യുമെന്റിനെ ക്ലോസ് ചെയ്യാനായിട്ട് പോവാണ്. സോ ഐദർ കൺട്രോൾ W അല്ലെങ്കിൽ കൺട്രോൾ F4 അല്ലെങ്കിൽ ഈ ഒരു ഓഫീസ് ബട്ടണിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ക്ലോസ് ചെയ്യുവാണ്. സോ കൺട്രോൾ W കൊടുക്കുവാണ്. സോ സേവ് ചെയ്യണോ എന്ന് ചോദിക്കുന്നു. ഞാൻ സേവ് ചെയ്യുന്നില്ല. സോ എന്താണ്? ആ ഒരു കറന്റ് ഡോക്യുമെന്റ് ആക്റ്റീവായിട്ട് നിന്നിട്ടുള്ള ഡോക്യുമെന്റ് മാത്രമാണ് ക്ലോസ് ആയിട്ടുള്ളത്. സ്റ്റിൽ ആ ഒരു ആപ്ലിക്കേഷൻ റണ്ണിങ് ആണ്. ക്ലിയർ ആണ്? ആ ഒരു സ്റ്റിൽ ആ ഒരു ആപ്ലിക്കേഷൻ റണ്ണിങ് ആണ്. ഓക്കെ, ഇനി ഓൾട്ട് F4 ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. ഓൾട്ട് F4 ആണ് ഇനി കൊടുക്കുന്നത്. ഓക്കെ, എന്തായി? നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അത് ക്ലോസ് ആയിപ്പോയി. എൻറ്റയർ ഡോക്യുമെന്റ് ക്ലോസ് ആയിപ്പോയി. സോ ഇവിടെ കാണാം, ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്. ആ പ്രോംപ്റ്റ് എന്താണ്? സേവ് പ്രോംപ്റ്റ് ആണ്. ക്ലോസ് ചെയ്യുമ്പോഴും എക്സിറ്റ് ചെയ്യുമ്പോഴും ചോദിക്കുന്നത് ഏത് പ്രോംപ്റ്റ് ആണ്? സേവ് പ്രോംപ്റ്റ് ആണ്. സേവ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള പ്രോംപ്റ്റ് ആണ് ചോദിക്കുക. ഷോർട്ട് കട്ട് ഓർത്തിരിക്കുക. കൺട്രോൾ W കൺട്രോൾ F4 ഏതിനാണ്? ക്ലോസിന് വേണ്ടിയിട്ടുള്ളതാണ്. എൻറ്റയർ ആപ്ലിക്കേഷനിൽ നിന്നും എക്സിറ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഓൾട്ട് F4. ആ ഫംഗ്ഷന്റെ പേര് എക്സിറ്റ് എന്നാണ്. ഓക്കെ, ദെൻ ആ ഒരു സേവ് പ്രോംപ്റ്റ് ആണ് പോപ്പപ്പ് ചെയ്ത് വരിക. എപ്പോ ക്ലോസ് അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന പ്രോംപ്റ്റ് ഏതാണ്? സേവ് പ്രോംപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണ്. സോ അടുത്ത ചോദ്യം നോക്കാം. അലൈൻമെന്റ് ഇൻ വേർഡ് 2007 എത്ര അലൈൻമെന്റ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? 4 ആണോ 3 ആണോ 2 ആണോ 1 ആണോ? എത്രയാണ്? 4 ആണ് ആൻസർ ആയിട്ട് വരിക. ഏതൊക്കെയാണ്? ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ, അതുപോലെ ജസ്റ്റിഫൈ. ലെഫ്റ്റിന്റെ ഷോർട്ട് കട്ട് എന്താണ്? കൺട്രോൾ L ആണ്. ലെഫ്റ്റ് എന്ന് പറയുന്നത് കൺട്രോൾ L ആണ്. റൈറ്റ് എന്ന് പറയുന്നത് കൺട്രോൾ R ആണ്. ആൻഡ് സെന്റർ എന്ന് പറയുന്നത് കൺട്രോൾ E ആണ്. ആൻഡ് ജസ്റ്റിഫൈ എന്ന് പറയുന്നത് കൺട്രോൾ J ആണ്. ഓക്കെ, ക്ലിയർ ആണ്. സോ 4 അലൈൻമെന്റുകളാണ്, പാരഗ്രാഫ് അലൈൻമെന്റുകളാണ് വേർഡിനകത്ത് ഉള്ളത്.
ക്ലിയർ ആണ്? കൺട്രോൾ എൽ, കൺട്രോൾ ആർ, കൺട്രോൾ ഇ ആൻഡ് കൺട്രോൾ ജെ. ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ ആൻഡ് ജസ്റ്റിഫൈ. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. റെഡ് വേവി അണ്ടർലൈൻ ഇൻ വേർഡ് 2007 ഇൻഡിക്കേറ്റ്. വേർഡിനകത്ത് റെഡ് വേവി അണ്ടർലൈൻ വന്നു കഴിഞ്ഞാൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ്? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ, റിപ്പീറ്റഡ് വേർഡ് ആണോ, ഗ്രാമർ മിസ്റ്റേക്ക് ആണോ, അതോ ഈ ഒരു എ ആൻഡ് ബി ഓപ്ഷൻ രണ്ടും ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ബോത്ത് എ ആൻഡ് ബി ആണ്. സോ ഓർക്കുക, സ്പെൽ മിസ്റ്റേക്കിനും മിസ്പെൽഡ് വേർഡ്സിനും റിപ്പീറ്റഡ് വേർഡ്സിനും എന്ത് അണ്ടർലൈൻ ആണ്? റെഡ് വേവി അണ്ടർലൈൻ ആണ്. സോ നമുക്കത് പക്ക ക്ലിയർ ആക്കാം. വേർഡിനകത്താണ് നിൽക്കുന്നത് ആൻഡ് വേർഡിനകത്ത് വാക്കുകൾ ടൈപ്പ് ചെയ്യുവാണ്. യു ഹാവ് ബെറ്റർ ടു എന്നാണ് ഞാൻ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, യു ഹാവ് ബെറ്റർ ടു എന്നാണ് എഴുതേണ്ടത്. പക്ഷെ ഞാൻ എഴുതിയിട്ടുള്ളത് ഒരു ടി കുറച്ചാണ്. അപ്പൊ എന്താണ് തന്നിട്ടുള്ളത്? ഒരു റെഡ് വേവി അണ്ടർലൈൻ ആണ്. ക്ലിയർ ആണ്? ഓക്കെ, യു ഹാവ് ബെറ്റർ ടു എന്നാണ് വേണ്ടത്. പക്ഷെ ഞാൻ കൊടുത്തിട്ടുള്ളത് യു ഹാവ് ബെറ്ററിന്റെ ഒരു ടി കുറച്ചാണ് കൊടുത്തത്. സോ അവിടെ മിസ്പെൽഡ് വേർഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം ഒരു റെഡ് വേവി അണ്ടർലൈൻ വന്നിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത കണ്ടന്റ് ടൈപ്പ് ചെയ്യുവാണ്. നോ എന്നാണ് എഴുതുന്നത്. സോ 2 തവണ ഞാൻ നോ എന്ന് എഴുതി. സോ ഇതെന്താണ്? റിപ്പീറ്റഡ് വേർഡ് ആണ്. സോ അതിനും എന്താണ് കൊടുത്തിട്ടുള്ളത്? റെഡ് വേവി അണ്ടർലൈൻ ആണ്. ഓക്കെ, സോ ക്ലിയർ ആണ്? മിസ്പെൽഡ് വേർഡിനും അതുപോലെ റിപ്പീറ്റഡ് വേർഡിനും ഏത് അണ്ടർലൈൻ ആണ്? റെഡ് കളറിലുള്ള അണ്ടർലൈൻ ആണ്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം നോക്കാം. ദ സിമ്പിൾ അപ്പിയറിംഗ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഐറ്റംസ് ഇൻ എ ലിസ്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ സിമ്പിൾ അപ്പിയറിംഗ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ ഐറ്റം ഇൻ എ ലിസ്റ്റ് ഏതാണ്? വെബ്ഡിങ്സ് കണ്ടിട്ട് കൺഫ്യൂസ് ആവരുത്. അത് ഇതുപോലെ സിമ്പിൾസ് ഉള്ള ഒരു ഫോണ്ട് ടൈപ്പ് ആണ്. ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കണ്ടന്റിന്റെ ബിഗിനിങ്ങിൽ ഒരു സിമ്പിൾ അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എന്താണ് പറയുക? ബുള്ളറ്റ് എന്നാണ് പറയുക. ഓക്കെ, ക്ലിയർ ആണ്? ബുള്ളറ്റ് എന്നാണ് പറയുക. ആൻഡ് വെബ്ഡിങ്സ് എന്താണ്? ഇത്തരത്തിലുള്ള സിമ്പിൾസ് ഉള്ള ഒരു ഫോണ്ട് ആണ്, ഒരു ഫോണ്ട് ടൈപ്പ് ആണ് വെബ്ഡിങ്സ് എന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കാം. വേർഡിനകത്ത് ഹോം ടാബിനകത്ത് പാരഗ്രാഫ് ഗ്രൂപ്പിനകത്താണ്, ഹോം ടാബിനകത്തെ പാരഗ്രാഫ് ഗ്രൂപ്പിനകത്താണ് ബുള്ളറ്റ് എന്നുള്ള ഓപ്ഷൻ ഉള്ളത്. ബുള്ളറ്റ് ഉണ്ട്, നമ്പർ ഉണ്ട്, അതുപോലെ മൾട്ടി ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, മൾട്ടി ലിസ്റ്റ് ആണ് ഈ മോഡൽ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എവിടെയാണ്? ഹോം ടാബിനകത്ത് പാരഗ്രാഫ് ഗ്രൂപ്പിനകത്താണ് ഈ ഒരു ബുള്ളറ്റ് എന്നുള്ളത്. ഇനി എന്താണ് ഷോർട്ട് കട്ട്? കൺട്രോൾ ഷിഫ്റ്റ് എൽ ആണ് ഷോർട്ട് കട്ട്. ഓക്കെ, കൺട്രോൾ ഷിഫ്റ്റ് എൽ ആണ്. ഓക്കെ, സോ കഴ്സർ അവിടെയായിരുന്നു, അതുകൊണ്ട് അവിടെ ഒരു ബുള്ളറ്റ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, ഷോർട്ട് കട്ട് വരുന്നത് ഏതാണ്? കൺട്രോൾ ഷിഫ്റ്റ് എൽ ആണ്. ഓക്കെ, ഓർക്കുക, ബുള്ളറ്റിന്റെ ഷോർട്ട് കട്ട് എന്താണ്? ബുള്ളറ്റ് ആഡ് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട് എന്താണ്? കൺട്രോൾ ഷിഫ്റ്റ് എൽ ആണ്. ഓക്കെ, കൺട്രോൾ ഷിഫ്റ്റ് എൽ ആണ് ഷോർട്ട് കട്ട് ബുള്ളറ്റ് ആഡ് ചെയ്യുന്നതിന്. ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ടോപ്പിക്കാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ആദ്യ ഭാഗങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ എളുപ്പമാണ്. ഓക്കെ, ഈ ഒരു PYQ പ്ലസ് ഈ ഒരു കണക്റ്റിംഗ് ഫാക്റ്റിന്റെ അതേപോലെ തന്നെ നമ്മൾ ഈ വേർഡിനകത്തെ സ്പെഷ്യൽ ഫീച്ചേഴ്സും ഓരോന്നും എന്താണ്, എങ്ങനെയാണ് പറയുന്ന കാര്യങ്ങളുള്ള ഒരു വീഡിയോസ് ഉണ്ട്. കീ പോയിന്റ് ടു റിമെമ്പർ എന്നാണ് അതിന്റെ പേര് കൊടുത്തിട്ടുള്ളത്. അതും ഈ ഒരു എക്സാം സീരീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ അതും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ്. ഓക്കെ, ഫൈൻ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, ഫൈൻ, താങ്ക് യു.